മലബാറിലെ നോൺ വെജ് വിഭവങ്ങൾ എന്നും രുചി വൈവിധ്യങ്ങളാൽ പ്രശസ്തമാണ്. ഇത്തരത്തിൽ ഒരു നോമ്പുതുറ വിഭവത്തെക്കുറിച്ചുള്ള വിശേഷമാണ് അടുത്തത്. നോമ്പ് തുറക്കുന്നതിനായി കോഴിക്കോട്ട് എലത്തൂരുകാരുടെ പ്രത്യേക രുചിയാണ് ബർമ്മക്കഞ്ഞി എന്ന കോഴിക്കഞ്ഞി. ആ വിശേഷങ്ങൾ കാണാം. കഞ്ഞിക്കൊപ്പം ചിക്കനും വിവിധ രുചിക്കൂട്ടുകളും ചേരുന്നതോടെ എലത്തൂരുകാരുടെ നോമ്പ് വിഭവം കോഴിക്കഞ്ഞി റെഡിയാവും. പറയുമ്പോൾ സിമ്പിളാണെങ്കിലും പാചകം അത്ര സിമ്പിളല്ല. 5.5 പതിറ്റാണ്ടായി ഇവിടത്തുകാരുടെ നോമ്പുതുറ വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് കോഴിക്കഞ്ഞി. മരുന്നുകഞ്ഞി, കോഴിക്കഞ്ഞി, ബർമ്മ കഞ്ഞി തുടങ്ങി വിവിധ പേരുകളിൽ ഈ വിഭവം അറിയപ്പെടുന്നു. എലത്തൂരിലെ അച്ചാമ്പറമ്പത്ത് കുടുംബമാണ് കോഴിക്കഞ്ഞി ഒരുക്കി നൽകുന്നത്. രാവിലെ 11 മണിയോടെ കഞ്ഞിയുടെ പാചകപ്പണികൾ ആരംഭിക്കും. നോമ്പ് തുടങ്ങി 2-ാം ദിവസം മുതൽ 28-ാം ദിവസം വരെ ഇത് തുടരും. 55 വർഷത്തോളമായി ഇത് തുടങ്ങിയിട്ട് നമ്മുടെ ബർമയിലായിരുന്നു. ബർമയിൽ അവിടുന്ന് കൊടുത്തു തുടങ്ങിയതാണ്. അപ്പോൾ അവിടുന്ന് നാഷണലൈസേഷൻ കഴിഞ്ഞ് എല്ലാ സ്വത്തുകളൊക്കെ അവിടെ വിട്ടുകൊടുക്കേണ്ടി വന്നല്ലോ. അത് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ, ഇന്ത്യയിൽ വന്നപ്പോൾ, ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ ഇവിടെയും അത് തുടർന്നുകൊണ്ട് പോവുകയാണ്. നമ്മളൊക്കെ അന്ന് സ്കൂൾ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ വന്നപ്പോൾ പിന്നെ അതിന് സഹായിച്ച് ഹെൽപ്പ് ചെയ്തിട്ട് അത് കൊണ്ടുപോകും. ഉള്ളി, ഉലുവ, ജീരകം, വെളുത്തുള്ളി തുടങ്ങി 23 കൂട്ടുകൾ ചേർത്താണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. ആവശ്യക്കാർ ഏറിയതോടെ ഉണ്ടാക്കുന്ന കഞ്ഞിയുടെ അളവും കൂടി. നിലവിൽ 3 വലിയ പാത്രങ്ങളിലാണ് കഞ്ഞി ഒരുക്കുന്നത്. ഫസ്റ്റിലെ ഒരു ചെമ്പായിരുന്നു ഞാൻ വരുന്ന സമയത്ത്. 4-5 കൊല്ലം അങ്ങനെ പോയി. പിന്നെ 2ാമത്തെ ചെമ്പ് കയറ്റി. ഇതുവരെ മതി വലിയ ചെമ്പ്. 2ാമത്തെ കയറ്റി. അതിങ്ങനെ വന്നപ്പോൾ പിന്നെ ആൾ കൂടി വന്നപ്പോൾ ചെമ്പ് 2 പോരായി വന്ന് അങ്ങനെ 3ാമത്തെ ചെമ്പ് കയറ്റി. 28 വർഷമായി ഞാനിപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നത്. അച്ചാമ്പറമ്പത്ത് മുഹമ്മദ് കോയ ഹാജിയാണ് കഞ്ഞി വിതരണം ആരംഭിച്ചത്. മുഹമ്മദ് കോയ ഹാജിയുടെ കാലശേഷം മക്കളായ 3 പേരും ഇത് തുടർന്നു പോരുന്നു. ഇതിപ്പോൾ ഒരു 58 വർഷത്തോളം ഇതോടെ ഇങ്ങനെ ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ ബർമയിലായിരുന്നു. അവിടെയുള്ള വിഭവമാണ്, അവിടെ കൊടുത്തുകൊണ്ടിരുന്ന വിഭവമാണ്. അപ്പോൾ ബർമയിൽ നാട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ കൊടുത്തു തുടങ്ങിയതാണ്. കുറേ കാലമായി നമ്മളൊക്കെ മേങ്ങുന്നത്. ഇവിടെ നമ്മൾ വീടെടുത്ത് താമസിച്ചപ്പോഴേ നമ്മൾ മേങ്ങൽ ഇതാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അത്താഴത്തിനൊക്കെ എണീച്ചാൽ ഇതാണ് കുടിക്കുക. ചോറൊന്നുമില്ല, ഇതാണ്. എലത്തൂരിന് സമീപമുള്ള 6 പള്ളികളിലേക്കാണ് പ്രധാനമായും കഞ്ഞി വിതരണം ചെയ്യുന്നത്. സമീപത്തെ വീടുകളിലേക്കും കഞ്ഞി വിതരണം നടത്തുന്നുണ്ട്. കോഴിക്കോട്ട് നിന്നും നിതീഷിനൊപ്പം രമ്യദാസ്, ന്യൂസ് മലയാളം.